കഴിഞ്ഞ ദിവസം രാത്രിയിൽ വീണ്ടും നമ്മളെ തൃശ്ശൂർ ആ പാമ്പടിയിട്ട് അജോ മരിച്ച സ്ഥലത്ത് തന്നെ വീണ്ടും പോയിട്ട് രാത്രി പാമ്പിനെ കണ്ടു കുട്ടിയുടെ പപ്പ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വീണ്ടും അടുത്ത ദിവസം കോടാലി തൃശ്ശൂർ കോടാലിയിൽ 2.5 വയസ്സുള്ള ഒരു കുട്ടിക്ക് ശങ്കുരൻ പാമ്പിന്റെ കടി വാഷ്റൂമിൽ വെച്ച് ഏറ്റിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ യഥാർത്ഥം പറഞ്ഞാൽ നമ്മൾ പേടിയല്ല വേണ്ടത്, മുൻകരുതലാണ് വേണ്ടത്, ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ പരമാവധി ചെയ്യേണ്ടത് വെച്ചാൽ പറമ്പ് നമ്മുടെ വീടിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ വീട്ടിന്റെ മുറ്റത്തോ അല്ലെങ്കിൽ നമ്മൾ താമര വളർത്താനോ അല്ലെങ്കിൽ നമ്മുടെ ഫിഷ് ടാങ്ക് മീൻ വളർത്താനോ ഒക്കെ വെച്ചിരിക്കുന്ന പാത്രങ്ങൾ ബക്കറ്റുകൾ ഇതൊക്കെ ഇപ്പൊ തന്നെ അത് നീക്കം ചെയ്യണം. കാരണം വെച്ചാൽ പാമ്പുകൾക്ക് വേനൽ കൂടുമ്പോൾ വെള്ളം അനിവാര്യമാണ്. വെള്ളം കുടിക്കാനായിട്ട് ഇവിടെയൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇവ നമ്മുടെ ആ ഭാഗത്തുള്ള മാളകളിലോ ആ ഭാഗത്തിനുള്ള ചെടികളിലൊക്കെ ഇരിക്കും. ആ സമയത്ത് നമ്മൾ ചെന്ന് ചവിട്ടുകയോ തൊട്ട് അടുത്തൂടെ പോയാൽ പോലും കടിക്കാൻ സാഹചര്യം കൂടുതലാണ്. കാരണം പാമ്പുകളുടെ മുട്ട വിരിഞ്ഞു, മൂർഖൻ പാമ്പിന്റെ മുട്ട വിരിഞ്ഞ് കഴിയണം. അപ്പൊ തള്ള പാമ്പുകൾക്ക് നല്ല ടയർഡായിരിക്കും, അവർക്ക് വെള്ളം അനിവാര്യമാണ്, ഫുഡ് അനിവാര്യമാണ്. അപ്പൊ ഇത് രണ്ടും കിട്ടുന്നത് മനുഷ്യവാസമുള്ള മേഖലയാണ്, അപ്പൊ വീടിന്റെ പരിസരത്താണ്. അപ്പൊ അവർ നമ്മുടെ വീടിന്റെ പരിസരത്തേക്ക് വരുന്നു. കഴിവിന്റെ പരമാവധി ഇപ്പൊ ചെയ്യേണ്ടത് ഈ വെള്ളം ഈ മൃഗങ്ങൾക്കൊക്കെ നായ്ക്കൾക്കും പൂച്ചയ്ക്കൊക്കെ വെള്ളം വെക്കുന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് ഒഴിവാക്കണം. ഒന്നുകിൽ അടുത്ത പറമ്പിലേക്കോ അല്ലെങ്കിൽ ആൾ താമസമില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഹൈറ്റിലേക്ക് മതിലിന്റെ ഹൈറ്റിലേക്ക് വെള്ളം വെക്കണം. പക്ഷികൾക്കൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ മതിലിന്റെ ഹൈറ്റിലേക്ക് വെക്കുക. അതുപോലെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കിച്ചണിൽ നിന്ന് വെള്ളം പോകുന്ന ഭാഗം, കിച്ചണിലെ സെങ്കിൽ നിന്ന് വെള്ളം പോകുന്ന ഭാഗത്തൂടെയൊക്കെ പാമ്പുകൾ പൈപ്പിനകത്തൂടെയൊക്കെ അകത്തേക്ക് കയറി വരുന്ന അനുഭവങ്ങൾ ഒരുപാട് നൂറ് കണക്കിന് ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാത്റൂമിൽ നിന്ന് വെള്ളം പോകുന്നത് ആ ഹോളിനകത്തിന് പാമ്പുകൾ അകത്തേക്ക് കയറി വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെയൊക്കെ നിർബന്ധമായിട്ട് അങ്ങനെ ഒരു ഹോൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നെറ്റ് വെച്ച് അടയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ വള്ളിപ്പടപ്പുകൾ വീട്ടിന്റെ അടുത്ത പറമ്പിൽ നമ്മളെ പറമ്പിൽ നിന്ന് നമ്മളിപ്പോൾ കോവലും പാവലും അതുപോലെ തന്നെ നമ്മുടെ പടവലവും അതുപോലെ നമ്മൾ ഫാഷൻ ഫ്രൂട്ടൊക്കെ നമ്മൾ മരങ്ങളിൽ കൂടെ ചുറ്റി നമ്മുടെ വീട്ടിന്റെ ഷൻഷൈന്റെ ക്ലാമ്പിലേക്ക് വലിച്ച് കയറി കെട്ടിയിട്ട് അതിലേക്കൊക്കെ പടത്തുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഒഴിവാക്കണം. കാരണം അതുവഴി ശങ്കുരൻ പാമ്പുകൾ കയറി വരത്തില്ല, പക്ഷെ മൂർഖൻ പാമ്പുകൾ പോലുള്ള പാമ്പുകൾ നമ്മുടെ വീടിനകത്തേക്ക് എത്താൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഞാൻ പാമ്പിനെ പിടിക്കാനായിട്ട് പോകുന്ന സമയത്ത് പല സ്ഥലത്തും കാണുന്നത് ആളുകൾ കിടക്കുന്നത് ജനൽ അത്ര സേഫ്റ്റി ആയിട്ടുള്ള ജനലായിരിക്കില്ല. സാധാരണക്കാർക്കാണ് പാമ്പടി ഏൽക്കുന്നത്, പാവപ്പെട്ടവർക്കാണ് പാമ്പടി ഏൽക്കുന്നത്. അപ്പൊ അവർ ചിലപ്പോൾ ജനൽ ഉണ്ടാവുകയല്ല, ജനൽ പൊളിഞ്ഞിരിക്കുന്ന ജനലായിരിക്കും. അപ്പൊ കട്ടിൽ ഈ ജനലിനോട് ചേർത്തായിരിക്കും ഇട്ടിരിക്കുന്നത്. ആ ജനലിന്റെ പുറത്തെ ഒരു ഹൈറ്റിൽ വിറവോ എന്തെങ്കിലും പിറക്കി അടുക്കി വെച്ചിരിക്കും. അതൊക്കെ ഒഴിവാക്കണം. കട്ടിൽ ചുവരിനോട് ചേർത്ത് ഇടാതിരിക്കുക. ഉഷ്ണം കൂടുതലായതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ പായോ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ മെത്തയൊക്കെ തറയിലെടുത്തിട്ട് കിടക്കുന്ന ഒരു വിനോദം ഉണ്ടാവുന്നുണ്ട്. അത് നിർബന്ധമായിട്ട് അത് ഒഴിവാക്കണം. ചുവരോട് ചേർന്ന് കിടക്കാതിരിക്കുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കട്ടിലിന്റെ അടിയിൽ നിന്നും പഴയ സാധനങ്ങൾ വാരി വെക്കാതിരിക്കുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന നിസ്സാരമായിട്ടുള്ള ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ പറമ്പിലൊക്കെ ചപ്പ് ചവറ്, അതായത് നമ്മുടെ ഓലയോ തൊണ്ടോ അതുപോലുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം. കല്ല്, ഇഷ്ടികയുടെ കഷ്ണങ്ങൾ, അതുപോലെ നമ്മുടെ ഓടിന്റെ കഷ്ണം, ഇതൊക്കെ ഒഴിവാക്കണം. കാരണം ഇപ്പൊ മുട്ട വിരിയുന്ന പാമ്പുകൾ നമ്മൾ അമ്മ പാമ്പ് പാല് കൊടുക്കാത്തതുകൊണ്ട് തീറ്റി ഹണ്ട് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ട് ഇവർ സ്വയം തീറ്റി തേടുന്നതുകൊണ്ട് സഞ്ചരിച്ച് പൊക്കോണ്ടിരിക്കും. ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. അപ്പൊ ഇവർ ആദ്യം കാണുന്നത് ചപ്പാണെങ്കിൽ ചപ്പ്, ഓടാണെങ്കിൽ ഓട്, തൊണ്ടാണെങ്കിൽ തൊണ്ട്, ഇവിടെയൊക്കെ പതുങ്ങിയിരിക്കും. അപ്പൊ നമ്മൾ കുട്ടികളൊക്കെ കളിക്കുമ്പോൾ അറിയാതെയൊക്കെ പോയി ഇതൊക്കെ വാരി എടുക്കുന്ന സമയത്ത് അറിയാതെ കൈക്കടി കിട്ടും. അപ്പൊ കുഞ്ഞു പാമ്പൊക്കെ ആണെങ്കിൽ വേദന ഉണ്ടാവത്തില്ല. അപ്പൊ കുട്ടികളെ ശ്രദ്ധിക്കത്തില്ല, ചെറിയ വേദന. അപ്പൊ മുള്ളു ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ അത് അപകടത്തിലേക്ക് പിന്നെ അന്ന് രാത്രിയോ വൈകിയൊക്കെ ആയിരിക്കും അറിയുന്നത്. അപ്പോഴേക്ക് കുഞ്ഞിന്റെ ജീവൻ നമുക്ക് നഷ്ടപ്പെടും. ഇപ്പൊ ഇതൊക്കെ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ആൾക്കാരോട് ഇപ്പൊ പറയേണ്ടത് ചെടികൾ ചട്ടികളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് വെക്കാതിരിക്കുക. ഒരടിയെങ്കിലും അകലത്തിൽ വെക്കാൻ ശ്രമിക്കണം. ഇതാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അഥവാ നമ്മൾ ആർക്കെങ്കിലും കടി കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കടി കിട്ടാതിരിക്കാണ്ട് നമ്മൾ പലരും പറയുന്നുണ്ട് നമ്മുടെ വീട്ടിൽ. ഞാൻ പണ്ട് തൊട്ടൊരു 15 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. മൊത്തം 39 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ മണ്ണെണ്ണ പല വീടുകളിൽ സ്പ്രേ ചെയ്തിട്ട് ഡീസൽ സ്പ്രേ ചെയ്തിട്ട് പാമ്പ് വീട്ടിനകത്തേക്ക് കയറാതിരുന്നത് ഒരു 15 വർഷം കൊണ്ട് ഒരു 10,000-കണക്കിന് ആൾക്കാർ പരീക്ഷിച്ച ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ വീട്ടിന്റെ അറിയാലോ, വീട്ടിന്റെ പുറകിലൊക്കെ വൃത്തികളാക്കി കിടക്കുന്നുണ്ടെങ്കിൽ ആ വാതിലിന്റെ അടിയിൽ കൂടി പാമ്പ് അകത്തേക്ക് വരാതിരിക്കേണ്ട മണ്ണെണ്ണയോ ഡീസലോ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് അവിടെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണെണ്ണ ആസിഡാണ്. പാമ്പുകൾക്ക് മൂക്കുകൊണ്ട് മണമെടുക്കാൻ കഴിയാത്തതുകൊണ്ട് നാക്കുകൊണ്ട് സെൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മണ്ണെണ്ണ നാക്കിലേക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആസിഡ് പാറ സാധനം പെട്ടെന്ന് മടങ്ങി പോകുന്നതായിട്ട് നമുക്ക് തിരിച്ചറിയാനും പറ്റുന്നു. അപ്പൊ ഡീസലോ മണ്ണെണ്ണയോ വീട്ടിന്റെ ഡോറിന്റെ അവിടെയൊക്കെ സ്പ്രേ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ പറ്റുമെങ്കിൽ വീട്ടിന്റെ മുന്നിലത്തെയും ഡോറിന്റെ അവിടെ ഇപ്പൊ അടിപ്പടികളില്ല, താഴെ പടികളില്ല. ഞാൻ മേഖലയായിരുന്നു, അറിയാലോ. അപ്പൊ ആ സേഫ്റ്റിയായിട്ട് ആ ഒരു പടി നിർബന്ധമായിട്ട് വെച്ച് പിടിപ്പിക്കണം. അതിൽ പൊതിഞ്ഞ വാതിലിലൊക്കെ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇതിന്റെ വഴിയൊക്കെയാണ് പാമ്പുകൾ നമ്മുടെ വീട്ടിനകത്തേക്ക് കടന്നു വരുന്നത്. ഇതൊക്കെ ഭയപ്പെടാതെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഒരു മക്കൾക്കും ഇനി ഒരു അപകടം ഉണ്ടാവാതിരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭയപ്പെടാതെ
നമ്മൾ എന്താ പറയുക മുൻകരുതൽ എടുത്തു കഴിഞ്ഞാൽ ഒരു അപകടം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെയാണ് നമ്മൾ അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ അഥവാ ആർക്കെങ്കിലും കടി കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു കാരണവശാലും വൈദ്യന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ അടുത്തുള്ള നഴ്സിംഗ് ഹോമുകളിലോ ഒന്നും കൊണ്ടുപോകരുത്. ആന്റിവെനം ചെയ്യാൻ കഴിവുള്ള സ്ഥലങ്ങളിൽ ആന്റിവെനം ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റലുകളിൽ എത്തിക്കുക. അതിൽ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യേണ്ടത് അദ്ദേഹത്തെ പേടിപ്പിക്കാതിരിക്കുക, അദ്ദേഹത്തെ പിടിച്ച് ഓരോരുത്തർ ഇരുത്തുക, ഓടാനോ നടക്കാനോ ശ്രമിക്കരുത്. മക്കൾക്കൊക്കെ കടി കിട്ടുമ്പോൾ ചില അച്ഛനും അമ്മമാരൊക്കെ കുട്ടികളെ എടുത്തുകൊണ്ട് ഓടുന്നത് കാണാം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെയൊക്കെ ഓടുമ്പോൾ കുട്ടിയുടെ അമ്മ എടുത്തുകൊണ്ട് ഓടുമ്പോൾ കുട്ടിയുടെ ശരീരം കുലുങ്ങി ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും. അത് അപകടത്തിലേക്ക് പോകും. അപ്പൊ അദ്ദേഹത്തിനെ പിടിച്ചിരുത്തിയിട്ട് കടിയേറ്റു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 80 ഇഞ്ച് 10 ഇഞ്ച് അകലത്തിലേക്ക് ഒരു തുണിയുള്ള തുണി ഉപയോഗിച്ച് കെട്ടുക. കയറോ റോപ്പോ ഉപയോഗിച്ച് കെട്ടരുത്. കത്തി ഉപയോഗിച്ച് മുറിവുണ്ടാക്കരുത്. കെട്ടി വെച്ചതിന് ശേഷം 2 കെട്ട് കെട്ടി വെച്ചതിന് ശേഷം അദ്ദേഹത്തിനെ എടുത്ത് ഇരുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുക. അദ്ദേഹത്തിന്റെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയും. ഈ ആളുകൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ കുട്ടിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായി ഉടനെ എടുത്ത് തോളിലിട്ടുകൊണ്ട് ഓടുന്ന ഒരു പ്രവണതയുണ്ട്. അത് അപകടമാണ്. അത് മാരകമായ അപകടമാണ്. അങ്ങനെ ഓടുമ്പോൾ കുട്ടിയുടെ ശരീരം കുലുങ്ങുകയും ആ ശരീരത്തിൽ കടന്നത് ചെറിയ വനമാണെങ്കിൽ പോലും അത് എല്ലാ സ്ഥലത്തും എത്തുകയും അത് അപകടത്തിലേക്ക് പോകുന്നു. ഇപ്പൊ ഇന്നലെ ഒരു മോനെ ഉറക്കത്തിൽ കടിച്ചത് അറിഞ്ഞില്ല എന്നാണ്. കടിച്ചത് അറിയാതിരിക്കുന്നത് ഷാർപ്പായിട്ടുള്ള പല്ലുകൊണ്ട് കടിക്കുന്ന ഒരിനം പാമ്പേ ഉള്ളൂ. അത് ശംഖുവര എന്നറിയപ്പെടുന്ന വെള്ളിക്കെട്ടൻ എന്നറിയപ്പെടുന്ന കോമൺ റൈറ്റ് ആണ്. അദ്ദേഹത്തിന്റെ കടിയായിരിക്കും ഇദ്ദേഹത്തിനും കിട്ടിയതെന്ന് തോന്നുന്നു. അതാണ് ആ ഉറക്കത്തിൽ അറിയാതെ പോകുന്നത്. അപ്പൊ നമുക്ക് ചെറിയ വേദന ഉണ്ടാവുള്ളൂ. ഉറങ്ങിക്കിടന്നാൽ അറിയുകയില്ല. അപ്പൊ നമുക്ക് വേറെ സിംറ്റംസ് ഒന്നും ഉറങ്ങിക്കിടക്കുന്നുണ്ട് സിംറ്റംസ് ഒന്നും കാണിക്കുകയില്ല. അതാണ് കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നത്. നിർബന്ധമായിട്ട് ആരൊക്കെ പറഞ്ഞാലും നിങ്ങൾ നിർബന്ധമായിട്ട് ഈ വീഡിയോ കേൾക്കുന്നവർ അല്ലെങ്കിൽ വാർത്ത കേൾക്കുന്നവർ നിർബന്ധമായിട്ട് നമ്മുടെ മക്കളുടെ സേഫ്റ്റി പാൽക്കായം വെളുത്തുള്ളി ഒന്നും അല്ല ചെയ്യേണ്ടത്. ആസിഡ് പവറായ മണ്ണെണ്ണയോ ഡീസലോ നമ്മുടെ വീട്ടിന്റെ ചുറ്റിനും നമ്മുടെ വീടിന്റെ ചുവരിനോട് ചേർത്ത് വീട്ടിനകത്തേക്ക് പാമ്പുകൾ കയറി വരാൻ സാധ്യതയുള്ള സ്ഥലത്ത് ആദ്യം വെള്ളം നനയ്ക്കുക. അത് കഴിഞ്ഞ് ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ്, വളരെ അനിവാര്യമാണ്. ഇത് ഒരു ആയിരക്കണക്കിന് ആൾക്കാർ പരീക്ഷിച്ച് വിജയിച്ചൊരു സംഭവമാണ്. ഇത് വലിയ ചെലവുള്ള സംഭവമൊന്നുമല്ല. അല്ലാതെ അങ്ങടെ കടയിലൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം തട്ടിപ്പാണെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.